ഹലോ ഗായ്സ്, ഇറ്റ്സ് YQC. ഇറ്റ്സ് എ ന്യൂ ഡേ. ഒരു പുതിയ ദിവസമാണ്. അപ്പോൾ പുതിയ ദിവസത്തിൽ എന്താ പറയുക, തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നല്ലൊരു എന്താ പറയുക, ഒരു ചിന്തയും ഒരു കാഴ്ച കണ്ടപ്പോൾ ഒരു ചിന്ത തോന്നി. എനിക്ക് മനസ്സിൽ ഒരു ചിന്ത തോന്നി. നമ്മളുടെ KSRTCയുടെ K-Swiftൻ്റെ ഒരു ബസ്സാണ്. ഈ സാധനം പഴനി വരെ പോകുന്നൊരു വണ്ടിയാണ്. ഈ വണ്ടിയെക്കുറിച്ച് അത്യാവശ്യം എന്താ പറയുക, അതിന് സ്കൂൾ ബസ് എന്നൊക്കെ വിളിച്ചാണ് ആൾക്കാരെ കളിയാക്കുന്നത്. പക്ഷേ എന്നാലും നല്ല ഒക്യുപ്പൻസിയൊക്കെ ഉള്ള ഒരു വണ്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിന് റിസർവേഷനൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ വൃത്തി എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ കൂടുതലായി ഐഡിയലൈസ് ചെയ്യല്ല. പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക, ചില വാഹനങ്ങളുടെ, ചില KSRTCയുടെ ചില വാഹനങ്ങളുടെയൊക്കെ വൃത്തി കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയല്ലേ ഇത്. ഈ വാഹനത്തിൽ നിലവിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ കുറച്ച് നേരം മുമ്പ് ഒരു കൊല്ലൂർ മൂകാംബിക ഒരു സ്കാനിയ വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയും ദൂരമൊക്കെ പോണ വണ്ടി സ്ഥിരമായി വൃത്തിയായി കഴുകുമ്പോൾ തന്നെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയതാണ്, മറ്റൊരു വശം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീലുകളിലേക്ക് നോക്കുക. ആ വീലുകൾ നോക്കുമ്പം ഞാനതിനെ താരതമ്യം ചെയ്യുന്നത് കർണാടക RTC അല്ലെ കേരളത്തിൽ തന്നെ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ, പഴനിക്കും ബാംഗ്ലൂർക്കും ഇതേപോലെ മൂകാംബികയ്ക്കും ഒക്കെ പോകുന്ന പ്രൈവറ്റ് ബസ്സുണ്ട്. ഇപ്പോൾ കല്ലട, ഷെറാട്ടൺ, കേരള ലൈൻസ് ഒക്കെ പോകുന്നുണ്ട്. അല്ല എന്തിന്, നമ്മുടെ KSRTC K-Swiftൻ്റെ തന്നെ ഗജരാജ് ഒക്കെ പോകുന്നുണ്ട്. ഈ വീലുകളടക്കം അവരുടെ വീലുകളും നമ്മുടെ RTCയുടേതും ഒക്കെ ഭയങ്കരമായിട്ട് RTCയുടെ വളരെ മോശമായിട്ടൊക്കെ എന്താ പറയുക, കുറച്ചുകൂടി വൃത്തിയായി സൂക്ഷിക്കാമായിരുന്നു എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇത് വെറുതെ ഒരു പ്രസ്ഥാനത്തെ അങ്ങോട്ട് കുറ്റം പറഞ്ഞങ്ങോട്ട് ഇല്ലാതാക്കിയല്ല, പക്ഷേ എവിടെയൊക്കെയോ വിമർശനാത്മക ചിന്തകൾ നമ്മൾ ഉൾപ്പെടുത്തി ഇനിയും മെച്ചപ്പെടാൻ സാധിക്കില്ലേ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ചുള്ള ചിന്ത എന്താണ്, കമൻസായിട്ട് അറിയിക്കുക. അത് എന്താ പറയുക, യോജിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം, ഇല്ല എങ്കിൽ അങ്ങനെയാകാം. കാരണം നമ്മൾ പോർട്ടുകൾ, വിഴിഞ്ഞം പോർട്ട് വരുന്ന പല ഡെവലപ്മെൻ്റൽ സാധ്യതകൾ വരുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ഫ്ലാഗ് ബെയറിംഗ് എന്ന് പറഞ്ഞ മാതിരി നമ്മളൊരു സാധനത്തെ അവതരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ മെച്ചമാകേണ്ടതില്ലേ എന്നൊരു ചിന്ത മനസ്സിൽ വന്നതുകൊണ്ടാണ്. കുറ്റം പറയുക എന്നുള്ളത് മാത്രമല്ല, പക്ഷേ അങ്ങനെ ചിന്ത വന്നു, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.